തിയേറ്ററിൽ റിലീസാവുകയാണ്. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഷോ വനിതാവിനീതി കുട്ടി പ്രേക്ഷകർക്കൊപ്പം കാണാൻ സാധിച്ചു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഒരുപാട് സന്തോഷമാണ്. ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം രാഗമോഹിസിൻ്റെ ഭയങ്കര രാജുവലെത്തും കോൺഫിഡൻറ്റ് ലുക്കിനെ ഡോക്ടർ CJ റോയ്സാണ് ചേർന്ന് നിർമ്മിച്ച് ഗോകുലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നമ്മൾ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു വർഷത്തിനിടയ്ക്ക് 131 ദിവസം ഒരു 5 സംസ്ഥാനങ്ങളിൽ ഡിഫറെൻറ്റ് അറേഞ്ചിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് നിങ്ങൾ സിനിമ കണ്ടപ്പോൾ അറിയാം. എൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് വലിയ സെറ്റ് വർക്കുകളും സിനിമയുടെ 90% സെറ്റുകളിലാണ് സിനിമ നടക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് വിഷ്വലി ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് തരണം എന്ന് പറയുന്ന താല്പര്യത്തിൽ ഒരു വലിയ ക്രൂ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഇപ്പം നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷം. തിയേറ്ററിൽ വാച്ചാണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമയുണ്ട് എന്ന് പറയുന്ന റെസ്പോൺസ് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. സോ ആ ഒരു സന്തോഷത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം. പിന്നെ തീർച്ചയായും നിങ്ങളാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരെന്താണ് പറയുന്നത് എന്ന് പറയുന്നത് കൂടുതൽ മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും കൂടുതൽ സിനിമ സ്പ്രെഡ് ചെയ്യാനും ഞങ്ങളെ സഹായിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടെ ഐഡന്റിറ്റി നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഐഡന്റിറ്റി റിലീസായിട്ടുണ്ട്. വളരെ മികച്ച അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ പ്രോമിസ് ചെയ്ത് ക്വാളിറ്റി ആയിരുന്ന ക്വാളിറ്റി കൊണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. നമ്മളെടുത്ത എഫേർട്ട് വേസ്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. അപ്പം എനിക്കും അറിയാവുന്നതുകൊണ്ട് നിങ്ങളൊക്കെ സിനിമകളിലുള്ളവരാണെങ്കിൽ നിങ്ങളിൽ നിന്നും എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം. எல்லாருக்கும் வணக்கம். ஒரு வருஷத்துக்கு அப்புறம் இன்னைக்கு நம்மளோட ஃபைனல் டெஸ்ட் இன்னைக்கு படம் பார்த்தேன். ரொம்ப என்ஜாய் பண்ணேன். கங்க்ராச்சுலேஷன்ஸ் அகில், அனாஸ், அகில் ஜார்ஜ் அண்ட் ஹீரோ ஃபில்ம் டோவி. ஐ மீன் அகில் எனக்கு வந்து ஸ்டோரி சொல்லும் போதே எனக்கு தெரியும் அந்த ஸ்டோரி பிரமாணமாக இருந்துச்சு. அண்ட் அதுக்கு மேலே நான் டோவி மீட் பண்ணேன். இஸ் சச் அ ஃபைன் ஆக்டர். அகில் ஜார்ஜ், சமன், ஜேக்ஸ், விஜய், அனீஸ் நாரடிகள், you guys have done a fantastic job. To the rest of this cast, Archana, Gopika, Shami Thilakan sir, Aju Varghese sir, I had a wonderful time. And இன்னைக்கு படம் பார்க்கும்போது இந்த லெவலில் நீங்கள் ஒரு படம் எடுத்திருக்கீங்கன்னு I feel very proud to be a part of this project and also sad இந்த project முடிஞ்சிருக்கு. And I will not be seeing my friends for some time. But I wish you all the best and success all the time. Thank you. First of all, thanks for coming. ഞാൻ പഠിക്കുന്ന പ്രൊഡക്ഷൻ ഡിസൈനറാണ് പേര് അനീസ് നാരള്ളി. ആൻഡ് സിനിമയുടെ ടീസർ മുതൽ ടീസർ ട്രെയിലർ എല്ലാത്തിൻ്റെയും റിലീസിൻ്റെ സമയത്തെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ റിലീസിങ് ഡേയിലും എല്ലാവരും നമുക്ക് തന്നിട്ടുണ്ട്, റിപ്ലൈ തന്നിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തുക്കൾ. സോ നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ we all trust you, the media, spread the word, we have a discussion. Thank you. Hello everyone, എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഞാൻ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ആൻഡ് we have all worked almost a year. നമ്മുടെ എല്ലാവരെയും ഒരു വർഷം നമ്മൾ ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. And I think the results are out now, and I think we all are getting nalla responses for this, and I wish that this response keep going up and up. Thank you so much. ഞാൻ അഖിൽ ജോർജ് പടത്തിൻ്റെ DOP ആണ്. ഒറ്റയ്ക്ക് ഒരു അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഇതിനൊരു വലിയ വിജയമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ ഇതിനകത്ത് പറയുന്ന സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് തന്നെ ഞാനൊരു ചർച്ച ചെയ്ത് തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് ചാൻസസ് ഉള്ളൊരു പ്രൊജക്റ്റാണ് എന്ന് അറിയാമായിരുന്നു. അപ്പം അത് തന്നെയായിരുന്നു നമുക്ക് ഒരു പേഴ്സണലായി ഇപ്പോൾ
ഇപ്പോൾ അത് ഫൈനലി ഷേപ്പ് ചെയ്തു പോകുന്നതിന് ശേഷം റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. ഇത് ഈ ഡെഡ്ലൈൻ പറഞ്ഞതിലേക്ക് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ടെക്നിക്കലി റിച്ച് ആൻഡ് ബ്രില്യൻറ്റ് ക്രൂവിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇത്രയും ബ്രില്യൻറ്റ് പെർഫോമൻസിലൂടെ ആക്ടേഴ്സിൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇനി ഓരോ വർഷത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. സോ അതിൻ്റെ റിസൾട്ട് ഇന്ന് കണ്ടപ്പം ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര ഓവർവെൽഡ് ആയിരുന്നു. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി ഐഡന്റിറ്റി കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. Hello, thank you for coming. Identity is my film after 10 years, and I'm really proud to say that I'm doing Identity as my comeback film. And Anushkaനും അഖിലിനെ അറിയാവുന്നവർക്ക് അറിയാം that അവര് nerds ആണ്. അവരിരുന്ന് എന്തൊക്കെയോ പഠിച്ച് കൂട്ടി. The amount of studies they do, research they do on subjects and topics that normal human beings don't get into is crazy. And അത് സ്ക്രിപ്റ്റ് ആക്കുക, ആ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, അതിൻ്റെ എൻഡ് റിസൾട്ട് വരെ ഇത്രയും വണ്ടർഫുൾ ടീം. ആൻഡ് ഐ ഹാവ് സീൻ ദം വർക്ക് റിയലി റിയലി ഹാർഡ്. And I would like to say thank you for making me part of the film, and please spread the word. Thank you. ഇപ്പം നമ്മളോട് ഇവിടെയുള്ള ടെക്നീഷ്യൻസുമായിട്ട് സംസാരിച്ചു. ഇവിടെ ഇല്ലാത്ത കുറച്ച് പേരുടെ പേരോട് നമ്മൾ തീർച്ചയായും പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് എഡിറ്റർ ചമൻ ചാക്കോ. ചമൻ്റെ ഇതൊരു നമ്മൾ കാണുമ്പോൾ അറിയാം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് നെറേറ്റീവ് ഉള്ളൊരു സിനിമയാണ്. ആ സിനിമയെ വളരെ കൃത്യമായ ബേസിൽ വളരെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്ററിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ചമൻ, അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ ചമൻ്റെ ഒരു കഴിവിൻ്റെ ഒരു ഡിസ്പ്ലേ കൂടെയാണ്. ചമൻ ചാക്കോയുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം വളരെയധികം റെസ്പോൺസ് കിട്ടുന്ന ഒന്നാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ജെയ്ക്സ് വിജയുടെ വൺ ഓഫ് ദി റീസെന്റ് ബെസ്റ്റ് വർക്കാണ്. പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു മൂഡ് എലിവേറ്റ് ചെയ്ത് നിർത്തുക. പ്രത്യേകിച്ച് അതിന്റെ ടെൻഷൻ അവസാനത്തിൽ 40 മിനിറ്റിനെ പറ്റി ആളുകൾ പറയുമ്പോൾ അതിലെ ആക്ഷൻ ബ്ലോക്ക് ആണെങ്കിലും ഫ്ലൈറ്റിലെ സീക്വൻസ് ആളുകളാണെങ്കിലും ടെൻഷൻ നിലനിർത്താൻ ജെയ്ക്സ് വിജയുടെ മ്യൂസിക് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രാജാകൃഷ്ണൻ സർ, സച്ചിൻ സിൻ സിനിമ, ഇവരെല്ലാവരും ഈ സിനിമയുടെ ഒരു ടോട്ടൽ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ഭയങ്കരധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. പിന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സിനിമയുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്ലൈമാക്സിലെ പ്രൈവറ്റ് ജെറ്റ് ചെയ്തിട്ടുള്ള യാനിക് ബെൻ ആണ്. യാനിക് ബെൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഡയറക്ടർ ഈ സിനിമയുടെ ഭാഗമാകാൻ കാണിച്ച ഒരു താല്പര്യം, അത് ഒരു പ്രൈവറ്റ് ജെറ്റിൽ നമുക്കൊരു ക്ലൈമാക്സിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിൽ ടർബുലൻസിന്റെ പോർഷൻസ് വരുന്നു. സോ ഹൈഡ്രോളിക്സ് ഇൻവോൾവ് ആവണം, മുംബൈയിലുള്ള ടെക്നീഷ്യൻസ് വരണം, ഒരു വലിയ സെറ്റിനെ ഹൈഡ്രോളിക്സിൽ വെച്ചതിന് ശേഷം ആ സെറ്റ് റൊട്ടേറ്റ് ചെയ്യും, അതിലുള്ള ആക്ടേഴ്സിനെ വെച്ച് സ്റ്റണ്ട് പെർഫോം ചെയ്യും. പലപ്പോഴും മിഡ് എയറിലൊക്കെ നമ്മൾ ആ സീക്വൻസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോപ്പറായി ടെക്നിക്കൽ നോഹോ ഉള്ള ഒരു ആക്ഷൻ ഡയറക്ടറെ കൊണ്ട് മാത്രം എഫക്റ്റീവ്ലി ചെയ്തില്ലെങ്കിൽ തീർത്തും വർക്കൗട്ട് ആവില്ല എന്ന് പറയുന്ന ഭയങ്കര ഓവർ അംബീഷ്യസ് ആയ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്തെന്ന യാനിക് ബെൻ എന്ന് പറഞ്ഞ ടെക്നീഷ്യനെയും ഈ അവസരത്തിൽ അദ്ദേഹത്തിലേക്ക് പോലും ഇവിടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ആ സിനിമയുടെ പലരും നമ്മളോട് ചോദിക്കുന്നത് എവിടെയാണ് ഷൂട്ട് ചെയ്തത്, എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് തീർച്ചയായും നമ്മൾ പുറത്തൊരു സ്റ്റുഡിയോയിലോ വേറെ എവിടെയോ പോയി ചെയ്തതല്ല. നമ്മളുടെ തൃശ്ശൂർ സെറ്റിട്ട് ചെയ്ത സാബി മിശ്ര എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ കിഡിന്റെ ഒക്കെ സെറ്റുകൾ ബാക്കിയൊക്കെ എടുത്ത ഒരു ടീമാണ്. അപ്പൊ അവരാണ് നമുക്ക് ആ പ്രൈവറ്റ് ജെറ്റിന്റെയും പാസഞ്ചർ ഫ്ലൈറ്റിന്റെ ഒക്കെ സെറ്റുകൾ ഇട്ടത്. അപ്പൊ അത് ബോംബെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർക്കൊരു വലിയൊരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി, മുഴുവൻ ഫ്ലൈറ്റിന്റെയും പ്രൈവറ്റ് ജെറ്റിന്റെയും സെറ്റ് അവിടെ ഉണ്ടാക്കി, അസംബിൾ ചെയ്ത് ചെക്ക് ചെയ്തതിനു ശേഷം ഡിസ്മാൻഡിൽ ചെയ്ത് കണ്ടെയ്നറുകളാക്കി കേരളത്തിൽ കൊണ്ടുവന്ന് വീണ്ടും അസംബിൾ ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു ലോജിസ്റ്റിക് വേസ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും ഒരു വലിയ തീരുമാനമാണ് ഈ സിനിമയുടെ അവസാനത്തെ ഒരു 40 മിനിറ്റ് ഇപ്പൊ കാണുന്ന ഒരു വിഷ്വൽ സൈഡിലോട്ട് നമ്മൾ എത്തിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ഇത്രയും അംബീഷ്യസ് ആയ ഒരു കണ്ടന്റ് അവസാനത്തെ 40 മിനിറ്റ് നമ്മൾ ഫുൾ ഓഫ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പെർമിഷൻസ് വേണം. നമുക്ക് ATC ഒന്നും ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല, നമുക്ക് റൺവേകൾ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. സോ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരു വലിയൊരു നിങ്ങളിപ്പോ കാണുന്നതല്ലാത്ത ഒരു പ്രൊഡക്ഷന്റെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സെറ്റപ്പും അത് കോർഡിനേറ്റ് ചെയ്യാൻ തീർച്ചയായും രാഗം മൂവീസിന്റെ രാജു സാറും അതുപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ CJ റോയും പിന്നെ ഈ ബോംബെയിലെ ഒരു പറ്റം ടെക്നീഷ്യൻസും കൂടെ നമ്മൾ ഈ കാണുന്ന എല്ലാവരും നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ്
തീർച്ചയായും മലയാളത്തിൽ ഇതുവരെ വരാത്ത, ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചതാണ്. ഇറ്റലി അങ്ങനെ ഒരു കഥാപശ്ചാത്തലത്തിൽ ഒരു സിനിമ പറഞ്ഞിട്ടില്ല. കാരണം അത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഈ റൺവേകളിലും എയർപോർട്ടുകളിലൊക്കെ പലപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 100-150 പേരുടെ ഒരു ക്രൂവിനെ വെച്ചും ജിപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് അച്ചീവ് ചെയ്തെടുക്കാൻ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഈ പറയുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും ഇപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടുന്ന നല്ല അഭിപ്രായങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും കൂടെയാണ്. അവരെയും ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. താങ്ക് യു.